എൻ്റെ കൊളസ്ട്രോളിൻ്റെ റിസൾട്ട് വന്നായിരുന്നു. അതിപ്പം 400 കൂടുതൽ വേണമെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ വേണമെന്നല്ല, 400 രൂപയൊക്കെ പോകുന്നില്ല. എന്നാ ഇത് വാട്സ്ആപ്പ് ബോയ്സ് ആൻഡ് ഗേൾസ് സുഖമാണെന്ന് ഞാനിത് ഇന്നത്തെ വീഡിയോക്കകത്ത് ഞാൻ പിന്നെ ഉച്ച കഴിഞ്ഞ് എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. എന്തെങ്കിലും ഒരു ദിവസം ഞാൻ രാത്രി കിടന്നിട്ട് രാത്രി ഞാൻ എഴുന്നേക്കും. ഇതുവരെ നടന്നിട്ടില്ല. നമുക്ക് എന്തെങ്കിലും ശ്രമിക്കണം, ഉറപ്പായിട്ടും ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് കൊളസ്ട്രോൾ ചെക്ക് ചെയ്യാൻ പോകാം. ഉച്ചപ്രാന്തം വെയിലത്ത് കൊളസ്ട്രോൾ ചെക്ക് ചെയ്യാൻ ആരാ പോകുന്നത് ചോദിച്ചാൽ ഞാൻ പോകും. ഇപ്പോൾ എഴുന്നേറ്റേ ഉള്ളൂ, അപ്പോൾ എനിക്ക് പോകുന്നേ ഉള്ളൂ എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അവിടെ ചെന്നിട്ട് അറിയാം. എന്നിട്ട് കൊളസ്ട്രോൾ ചെക്ക് ചെയ്യാൻ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ ഡയറ്റിലാണല്ലോ, ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി ഡയറ്റിലാണോ അല്ലേ എന്ന്. സാറിന് ഞാൻ ഈ ഡയറ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ കൊളസ്ട്രോൾ ഇങ്ങനെ 250, ഇപ്പം 350, ചിലപ്പോൾ ഇപ്പം 450 ആയിരിക്കും. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അറിയാം. അപ്പം നിങ്ങൾ ഇങ്ങനെ വിചാരിക്കരുത് ഈ ഡയറ്റിലാണെങ്കിൽ നിങ്ങളുടെ കൊളസ്ട്രോൾ എപ്പോഴും ഹൈ ആയിരിക്കും. ചിലവർക്ക് ആറില്ല, എനിക്കാകും. അതുകൊണ്ട് ഞാൻ ഒന്ന് പോയി നോക്കിയിട്ട് ഹൈ തന്നെയാണെങ്കിൽ ഞാൻ ഇപ്പോഴും ഒരു ഡയറ്റ് കിഡ്ലായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് അതിൻ്റെ അർത്ഥം. പിന്നെ വേറൊരു കാര്യം ഞാൻ കേട്ടായിരുന്നു, എന്തായിരുന്നു, കൊളസ്ട്രോൾ ഹൈ ആണെങ്കിൽ നിങ്ങൾക്ക് എന്തുവാ, കൊളസ്ട്രോൾ ലോ ആണെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വരും, ഹൈ ആണെങ്കിൽ ക്യാൻസർ ഒന്നും പെട്ടെന്ന് ഇതാകത്തിൽ എന്തോ കേട്ടായിരുന്നു. ഡോണ്ട് കോട്ട് മീ ഓൺ ദിസ്, ഐ ജസ്റ്റ് ഹേർഡ് സംവെയർ. ബട്ട് വൺ തിങ് യു നീഡ് ടു നോ ഇസ് ലൈക്ക് ഐ എം റിയലി ഫീലിംഗ് ഹെൽത്തി. ഓക്കെ, ഐ എം റിയലി ഹെൽത്തി. ഇപ്പോൾ കഴിച്ച് ഞാൻ കൊളസ്ട്രോളിൻ്റെ എടുത്തിട്ടുണ്ട്. ഞാൻ ഉദ്ദേശിക്കുന്നത് മറ്റേ കീറ്റോ പോസിറ്റീവ് ആണെന്ന് അറിയാൻ ഞാൻ യൂറിൻ ടെസ്റ്റ് കൂടി ചെയ്യണം. നോക്കട്ടെ, എനിക്ക് ചെയ്യാൻ താല്പര്യമുണ്ട്. എന്നാലും രാവിലെയാണോ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല, ചോദിക്കട്ടെ. അതായത് എനിക്ക് യൂറിന് വേണ്ടി ഞാൻ ചെറിയ ഡപ്പി എടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിപ്പോൾ എനിക്കൊരു ഫീല് വരുന്നില്ല യൂറിൻ പാസ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് നാളെ കൊണ്ടുവരാം. അരമണിക്കൂറിലൂടെ എത്തിക്കണമെന്ന്. അമ്മയ്ക്ക് ഇറച്ചി കൊണ്ട് കൊടുത്തിട്ടുണ്ട്. എനിക്ക് വിശന്നിട്ട് മേലെ പെട്ടെന്ന് ഉണ്ടാക്കി തന്നാൽ മതിയായിരുന്നു. അമ്മ പെട്ടെന്ന് ഉണ്ടാക്കണം കേട്ടാമ്മേ. എത്ര സമയം എടുക്കണോ അത്ര സമയം എടുക്കും. എന്നാലും പറഞ്ഞേക്കാൻ വെറുതെ ഇരിക്കട്ടെന്നും പറഞ്ഞു. ഇതിനകത്ത് യൂറിൻ സാമ്പിൾ എടുക്കണമായിരുന്നു. അപ്പോൾ എനിക്ക് ഒരു മടി, കുറേ നാളായി ചെയ്തിട്ട്. അതാ പിന്നെ ആ സമയത്ത് എനിക്ക് മുള്ളാരും മുട്ടുന്നില്ല. അവൻ എന്ത് ചെയ്യാനാണ്, ഞാൻ അതിനെ വീട്ടിൽ കൊണ്ടുവന്ന് ഇത് നിറച്ചിട്ട് അരമണിക്കൂറിലൂടെ കൊണ്ട് കൊടുക്കണമെന്ന്. ഇത് ഫുള്ള് നിറച്ച് വേണം, പകുതി വേണം, ഒന്നും പറഞ്ഞില്ലല്ലോ. അതിനോട് ഇരിക്കട്ടെ. വീട്ടിൽ വരേണ്ട താമസമില്ല, ഇരിക്കാനൊരു ശേഷിയുമില്ല, അല്ല ഇരിക്കാനൊരു സമയവും ഇല്ല. അതിന് മുമ്പേ അമ്മ തൈര് മേടിച്ചുകൊണ്ട് വരും. ഞാൻ ചീസ് മേടിച്ചു കേട്ടോ. ഇതും എനിക്ക് കഴിക്കാം. ഇതിനകത്ത് 100 ഗ്രാമിനകത്ത് 2 ഗ്രാം കാർബോഹൈഡ്രേറ്റ്സേ ഉള്ളൂ. അച്ഛൻ വന്നിട്ട് എന്താ കാക്കയ്ക്ക് ആഹാരം, എല്ലാവർക്കും ആഹാരം കിട്ടിക്കൊണ്ടിരിക്കുക. ഇന്നലെ കുറച്ച് ബാക്കി ഉണ്ടായിരുന്ന ബീഫായിരുന്നു, അമ്മ തന്നില്ല എനിക്ക്. അതിൻ്റെ പൊക്കത്തോട്ട് ഞാൻ ചീസ് ഇട്ട് എങ്ങനെയുണ്ടെന്ന് ദൈവത്തിനറിയാം. കുറച്ചുകൂടി വെന്തിരിക്കുന്ന സമയത്ത് പൊക്കത്തിൽ നിന്ന് അലിഞ്ഞിറങ്ങിയാണ്. ഒരെണ്ണം അലിയുന്നുണ്ട് കേട്ടോ. ഞാൻ ഈ ചീസ് മേടിച്ചിട്ട് ഈ ബീഫിൻ്റെ പൊക്കത്തിട്ട് മോനെ കിഡ്ലൻ ടേസ്റ്റ്. ചീസ് എനിക്ക് കഴിക്കാൻ പറ്റും. വേറായിട്ട് ഇനിമോ ഇങ്ങനെയൊക്കെ ചെയ്യണം മോനെ, പറയണ്ട. അമ്മ എവിടെ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ വിളിച്ചിരിക്കുക. എവിടെയാന്ന് ചോദിച്ചിട്ട് അമ്മ പറയുന്നില്ല. എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് എന്നെ വെറുതെ നിർത്തിക്കാൻ പോസ്റ്റ് അടിച്ചിരുത്തിക്കുക. എന്തെങ്കിലും ആട്ടെ, അമ്മ പെട്ടെന്ന് അമ്മേ. പിന്നെ എൻ്റെ മൂഡ് മാറിയിട്ട് പിന്നെ ഞാൻ വരത്തില്ല. അപ്പോൾ ഗൈസ് വേറൊരു സന്തോഷ വാർത്തയുണ്ട്. എൻ്റെ ഇന്നലെ 1 വർഷം തികഞ്ഞ എൻ്റെ മെയിൻ ചാനലിൻ്റെ. അപ്പോൾ മെയിൻ ചാനൽ ഇപ്പോൾ 1.5 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. എനിക്ക് വയ്യ, 1.5 മില്യൺ. അതൊരു പുതിയ ചാനലിൽ വേറെ ഒരു സപ്പോർട്ടും ഇല്ലാതെ ഞാൻ ഒറ്റയടിക്ക് എത്തിച്ചിരിക്കുകയാണ്. കേരളത്തിൽ ടോപ്പ് യൂട്യൂബർ എന്ന് പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് 4 മില്യണെങ്കിലും വേണം. 5 മില്യൺ അത് നമ്മളെത്തും. ഇനി 1 വർഷം കൂടി 3 മില്യനാണ്. എനിക്ക് കുറച്ച് സ്പീഡിൽ പോകണം. 3 മില്യൺ നമുക്കൊരു 4 മില്യൺ എനിക്ക് അടുത്ത വർഷം തീരാൻ നേരത്ത്. വാമ്മേ, കുറെ നേരമായല്ലേ. അമ്മ വിളിച്ചു വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുവായിരുന്നു. അമ്മ ഇതിൽ ഇറങ്ങുന്നില്ല. അമ്മ മരുന്ന് കടയിൽ കൊണ്ടുവന്നാണ് എന്നെ. അവിടെ പോയിരിക്കുന്നത്. അമ്മയ്ക്ക് ഡെയിലി മരുന്ന് മേടിച്ചിട്ട് ഹോൾസെയിൽ വിൽക്കുക. മിനിഞ്ഞാന്നങ്ങാണ്ടല്ലേ നമ്മൾ പിന്നെയും മരുന്ന് മേടിച്ചത്. അമ്മയുടെയൊക്കെ ഡയറ്റ് മാറ്റി വല്ല എക്സസൈസ് ഒക്കെ ചെയ്യാൻ പറഞ്ഞ് ഇടിപ്പിച്ച് ചെയ്യിപ്പിക്കേണ്ടി വരും. എനിക്ക് സമയമില്ല, ഞാൻ തന്നെ ഇടിപ്പിച്ച് ചെയ്യിപ്പിച്ചാൽ. അല്ലെ ഹോം ജിം വേണം. അവസാനം വരും അമ്പലത്തിലോട്ട് കൊണ്ടുപോകാൻ. അമ്മ ടെമ്പിളിന്റെ അകത്ത് പോയിരിക്കുക, ഞാൻ ജസ്റ്റ് പുറത്തിരിക്കുവായിരുന്നു. ഇവിടെ കുറെ ആൾക്കാർ ഇന്ന് ഹോമം എന്തോ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. 10, 20, 30 പേരങ്ങളുണ്ട്. അതാണ് ഈ ഒച്ച കേൾക്കുന്നത്. അമ്മ പുറത്ത് വരുന്നു. നേർച്ചയൊക്കെ മേടിച്ചു. എത്ര നല്ലൊരു ടൈമിങ്ങിലാണ്. അമ്മ അമ്പലത്തിൽ കൊണ്ടിരിക്കാറല്ലേ. എത്ര നാള് കൊണ്ടുള്ള ഒരു പ്രാർത്ഥനയായിരുന്നു മുല്ലയ്ക്ക് വന്ന് തൊഴുന്ന കാര്യം. മുല്ലയ്ക്ക് എങ്ങോട്ട് ഓടി പോയില്ലല്ലോ, ഇവിടെ ഉണ്ടായിരുന്നില്ല. നമുക്കൊന്ന് വളർത്തിയാ പോരായിരുന്നു. അയ്യോ, ആർക്കും നേരമില്ലല്ലോ നിങ്ങൾക്കാർക്കും വിളിച്ചേ. ഞാൻ പറഞ്ഞില്ല അമ്മ എവിടെയും കൊണ്ട് തന്നെ പോസ്റ്റ് എടുപ്പിക്കുമെന്ന്. ആദ്യം അമ്പലമൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇവിടെ വന്നിട്ട് റിലേറ്റീവിൻ്റെ വീട്ടിൽ വന്ന് അമ്മ 1 മണിക്കൂറായിട്ട് എന്നെ അവിടെ ഇരുത്തിയിരിക്കുകയാണ്. ഇതുവരെ അമ്മ ഇറങ്ങി വന്നിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ കാര്യം കഴിഞ്ഞ അമ്മ
കഴിഞ്ഞ കുറച്ചുകൂടി നേരത്തെ ഇറങ്ങായിരുന്നു പറഞ്ഞത് 1 മണിക്കൂർ നേരത്തെ ഇറങ്ങിയാണല്ലേ. ഞാനിവിടെ സെക്യൂരിറ്റി ഗാർഡിന്റെ ജോലി നോക്കാന്ന് പറയുന്നത് എന്തായാലും ഇത്ര സമയമായില്ല. പോട്ടിക്കണ്ട കുഴപ്പമില്ല. ലെഹങ്കയുടെ 2 വൗച്ചറും കൂടി സെലക്ട് ചെയ്യണ്ടായിരുന്നു, ഇതുവരെ സെലക്ട് ചെയ്തിട്ടില്ല. ഇന്ന് സെലക്ട് ചെയ്യാതെ ദൈവമേ, ഞാൻ മറന്നു. ഞാൻ വന്നിട്ട് കിടന്നുറങ്ങി, എനിക്ക് എഴുന്നേക്കാൻ പോലും പറ്റില്ല. ഞാൻ തളർന്ന് കിടക്കുമായിരുന്നു തോന്നുന്നു. ജസ്റ്റ് കിടന്നതും എനിക്ക് ജോലി ഇത് ലെഹങ്കയും വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ആ ചെയ്യണമെന്ന് തലയ്ക്കകത്തുണ്ട്. പക്ഷെ ഞാൻ വന്ന് ജസ്റ്റ് ഒന്ന് ബെഡിൽ കിടന്നേ ഉള്ളൂ, അങ്ങോട്ട് ഞാൻ മരിച്ചു ബെഡിലോട്ട്. പിന്നെ ഇപ്പോൾ എഴുന്നേറ്റ് വന്നേ ഉള്ളൂ. മോക്ക് കഴിഞ്ഞിട്ട് ഇപ്പോൾ സെറ്റായി. എന്തായാലും ഞാൻ ഒരു സൈറ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അവിടെ റാൻഡമായിട്ട് 2 പേരെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ നമുക്ക് നോക്കാതെ വർക്ക് ചെയ്യുന്നുണ്ടായില്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയില്ലെങ്കിൽ മറ്റേ ലെഹങ്ക കമൻറ്റ് എഴുതിയിരിക്കുന്നവർക്ക് കൊടുക്കാനായിരുന്നു ഈ കൂപ്പൺ കേട്ടോ. അപ്പം എന്തായാലും നോക്കട്ടെ വർക്ക് ചെയ്യുന്നുണ്ടോ. ആ കൊള്ളാം, ഇത് തന്നെ മേടിക്കേണ്ടി വരും. ഞാൻ ഉദ്ദേശിക്കുന്നില്ല, ഇതിനെക്കാട്ടിയും ബെസ്റ്റ് ഇതിലിപ്പോൾ ഏകദേശം 400 കമൻ്റ് ഉണ്ടെന്ന് തോന്നുന്നു. 0 to 400 ഞാൻ ഒരു റാൻഡം നമ്പർ പിക്ക് ചെയ്യാനായിട്ട് ഞാൻ തന്നെ എണ്ണി നോക്കാം. 400 ഉള്ളല്ലേ, ഞാൻ എണ്ണ, അതായിരിക്കും നല്ലത്. ഇത് സൈറ്റിൽ നിന്ന് കിട്ടുന്നൊന്നുമില്ല. 434 കമൻ്റ് ഉണ്ട്. അപ്പോൾ 0 to 434 ഇടയ്ക്ക് ഒരു നമ്പർ 146 70 71 72 73 74 70 141 142 146 ആണ്. 43 144 145 146. ലെറ്റ്സ് ഗോ ലെഹങ്ക. എനിക്ക് വയ്യ. ഒരു റാൻഡം നമ്പർ കൂടി ജനറേറ്റ് ചെയ്യട്ടെ. 332. ഇനി കുറേ മുമ്പിലോട്ടിട്ടുണ്ടല്ലോ ഇനി. എന്ത് വയ്യ. 330 331 332. യോ, എന്തായാലും ഞാൻ അവരുടെ കടക്കാരൊക്കെ പറഞ്ഞൊക്കെ അവർക്ക് അയച്ചു കൊടുക്കാം. അങ്ങനെ ഫൈനലി സ്റ്റോറി കിട്ടിയിട്ടുണ്ട് 3 പേരുടെ 3 വിന്നേഴ്സിൻ്റെയും. ഈ ജോലി എൻ്റെ തീർന്നു. അപ്പോൾ ഇവർക്ക് എന്തായാലും അയച്ച് കിട്ടിക്കോളും. ഷോപ്പുകാർ തന്നെ നിങ്ങൾ അയച്ച് തന്നോളും കേട്ടോ, വേറെ ഒന്നുമില്ല. കഴിഞ്ഞ 2 ദിവസമായിട്ട് കുറേ പാക്കറ്റ്സ് വന്നായിരുന്നു എനിക്ക്. ഇത് 2 വന്നായിരുന്നു, അവിടെ ഒരെണ്ണം ഇരിക്കുന്നു. ഞാൻ തന്നെ കുറേ മറ്റേ ക്രെഡിറ്റ് കാർഡ് വലിച്ച് ഓർഡർ ചെയ്തേ, എനിക്കൊരു ഓർമ്മയില്ല എന്തൊക്കെയാണെന്ന്. ഇതൊക്കെ വന്നതെന്ന് എനിക്കറിയത്തില്ല. ഇത് കുറച്ച് വെയിറ്റ് ഉണ്ട് കേട്ടോ. അൺബോക്സ് ചെയ്യണം. ഇതെന്തായാലും അൺബോക്സ് ചെയ്യാം. എനിക്കിത് കണ്ടിട്ട് തോന്നുന്നു ഇത് ടൂത്ത് പേസ്റ്റ് ആയിരിക്കും. ടൂത്ത് പേസ്റ്റ് ആയിരുന്നു ഫസ്റ്റ് ബോക്സിനകത്ത്. ഇത് ഓൺലൈൻ വില കുറവായതിന്, അതുകൊണ്ട് ഓൺലൈൻ മേടിച്ചാൽ. നമുക്ക് രണ്ടാമത്തെ ബോക്സ് അൺബോക്സ് ചെയ്യാം. ഇതിനകത്ത് എന്തോ നോക്കട്ടെ. ഇത് ഹെയർ ക്രീമാണ്. ഞാൻ ഒരെണ്ണം കൂടി ഓർഡർ ചെയ്ത്. മറ്റേ മുടി കുറച്ച് സോഫ്റ്റ് ആയിട്ടിരിക്കും. എൻ്റെ വീട്ടിലെ വെള്ളമാണ് ആയെന്ന് റെഡിയാക്കേണ്ടത്. ഈ ക്രീമിനെക്കാട്ടിലും എന്തായാലും ഞാൻ ഒരെണ്ണം മേടിച്ച് വെച്ചാൽ അടുത്ത മാസത്തേക്ക് വേണമല്ലോ. അത് തീർന്നില്ല, തീർന്നിട്ട് പോയി. ഇതിനകത്ത് ഷാമ്പു ആണ്, സെയിം സംഭവം. ഷാമ്പൂ തീർന്നില്ല, എക്സ്ട്രാ മേടിച്ച്. ഡ്രസ്സ് വന്നിട്ടില്ല, ഞാൻ ഡ്രസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. എൻ്റെ ജിം വെയർ ഞാൻ ഓർഡർ ചെയ്തായിരുന്നു. പിന്നെ അത് വരട്ടോ. പിന്നെ സെറ്റാണ്. ഞാൻ ഓൺലൈൻ കുറേ പുറത്ത് പോയിട്ട് നൈക്കി അഡിഡാസൊക്കെ തപ്പി എനിക്ക് കിട്ടിയില്ല. 2 നല്ല ഡ്രസ്സ് ഇട്ടിട്ട് വർക്കൗട്ട് ചെയ്യട്ടെ. കുറേ കുതിർ ഡ്രസ്സ് ഇട്ടാണ് ഞാൻ കുറേ നാളായിട്ട് വർക്കൗട്ട് ചെയ്തത്. ഒരു ഷൂ മേടിച്ചിട്ടില്ല. ഒരു ഷൂ ഞാൻ എൻ്റെ മറ്റേ ആംഗിൾ ഷൂ കോയമ്പത്തൂർ വെച്ച് മറന്നുപോയി. പിന്നെ ഷൂ മേടിച്ചില്ല. പിന്നെ ഈ ജിമ്മിന് വല്ലതായിട്ട് ഫോഴ്സ് ചെയ്യാത്തതാണ് അത് മേടിച്ചില്ല. അത് മേടിക്കുന്നത് നമ്മൾ ഈ മാസം പൈസയില്ല എനിക്ക് മേടിക്കാം. ഇപ്പോൾ പാതിരാത്രി 4 മണിയാണ്. ഈ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. എൻ്റെ കൊളസ്ട്രോളിൻ്റെ റിസൾട്ട് വന്നായിരുന്നു. അതിപ്പം 400 കൂടുതൽ വേണമെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ വേണമെന്നല്ല, 400 പോകുന്നില്ല. എന്നാ ഇത് 400 എത്തി. പക്ഷേ 400 എക്സാക്ട് അല്ല, 394. നേരത്തെ 342 ആയിരുന്നു, ഇപ്പം 394 എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തേക്ക്. നമുക്ക് നാളെ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, പീസ്.